പുതുവർഷത്തിൻ്റെ ആശംസകൾ. ഗ്രീറ്റിംഗ്സ് ഫോർ ദ ന്യൂ ഇയർ. പുതുവർഷമെന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിരാവിലെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഒരു പുതിയ വർഷത്തിലേക്ക് കാല് ചവിട്ടാൻ ദൈവം അനുവദിക്കുമ്പം പല സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും കൊണ്ടാണ് നമ്മൾ കടന്നു വരുന്നത്. കഴിഞ്ഞൊരു വർഷം അതിമനോഹരമായിട്ട് നടത്തിയൊരു ദൈവം ആണ്ടിൻ്റെ അവസാനം വരെ തൻ്റെ ശാശ്വത ഭുജങ്ങൾ കൊണ്ട് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും താങ്ങി നടത്തിയ ദൈവം എത്ര വിശ്വസ്തയോടെ നമ്മളെ പരിപാലിച്ചു. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഉത്തരം കിട്ടിയില്ല എങ്കിലും ദൈവത്തിന് അറിയാം ഏറ്റവും നല്ലത് എന്താണെന്ന്. ഒരപ്പൻ തൻ്റെ മക്കളെ കൊണ്ട് നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ ശിക്ഷിക്കുകയും കൂടെ ചെയ്യാറുണ്ട്. അത് സ്നേഹത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അങ്ങനെയുള്ളൊരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് ജോഷുവ പറഞ്ഞതുപോലെ വർഷത്തിൻ്റെ ആദ്യ ദൈവത്തോടൊരു ഉടമ്പടി എടുക്കുക. ഉടമ്പടി എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവവും നമ്മളുമായിട്ടുള്ള ഉടമ്പടി ഉറപ്പിക്കേണ്ടത് നമ്മളാണ്. ദൈവം എപ്പോഴും ഉടമ്പടി അബ്രഹാമിക്കൂടെ ഉറപ്പിച്ച് കഴിഞ്ഞതാണ്. അത് പൂർത്തീകരിക്കാൻ യേശു ക്രിസ്തുവിനെ കാൽവറി ക്രൂശിൽ കയറ്റി യാഗവസ്തുവായിട്ട് അവൻ്റെ രക്തം കൊണ്ട് നമ്മളെ മറുവില കൊടുത്ത് വാങ്ങിച്ചവരാണ്. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഉടമ്പടി ഇല്ലാത്തതാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ ഒരു നിബന്ധനയാണ്. അതായത് ഞാനും ദൈവവുമായിട്ട് ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തമ്മിൽ ഒരു അഗ്രിമെൻ്റ് എഴുതുകയാണ്. എന്താണ്? ദൈവമേ, നീ എൻ്റെ ദൈവമായിരിക്കുന്നു. യാക്കോബ് പറയുന്നുണ്ട്, പോയ സമയത്ത് യാക്കോബ് ഓടിപ്പോകുമ്പം പറയുന്നുണ്ട്, ഞാൻ ഈ ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് രാത്രിയിൽ യാക്കോബ് ദൈവം വരുന്നതും ദൂതഗണങ്ങൾ കയറി ഇറങ്ങുന്നതും ദൈവം മുകളിലിരിക്കുന്നതും എല്ലാം കണ്ടിട്ട് രാവിലെ ഉണർന്നെഴുന്നേറ്റപ്പോൾ യാക്കോബ് ഒരു സങ്കടം പറയുന്നുണ്ട്, ഇവിടെ ദൈവമുണ്ട്, ഞാനോ അറിഞ്ഞില്ല. അതുകൊണ്ട് ലൂസ് എന്ന് പറയുന്ന സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടിട്ട് ദൈവത്തിൻ്റെ സ്വർഗ കവാടം വാതിൽ എന്നുള്ള ഒരു പേര് ബഥേൽ എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ വെച്ച് യാക്കോബ് പറയുന്നുണ്ട്, എന്നെ നടത്തുന്ന ഈ ദൈവം, എൻ്റെ പിതാക്കന്മാരുടെ ദൈവം എൻ്റെ പല ആവശ്യങ്ങളും നടത്തിയിട്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ ചെയ്ത് കിട്ടുമ്പോൾ ഞാനിവിടെ തിരിച്ചു വന്ന് നിനക്ക് വേണ്ടി ഒരു യാഗപീഠം പണിയും. അതൊരു ഉടമ്പടിയായിരുന്നു. അന്ന് എഴുതുന്നതല്ല, അത് പറയുകയാണ്. ദൈവം പറയുന്നതിന് നമ്മൾ എഴുതുന്നതിനേക്കാട്ടിൽ പ്രാധാന്യമാണ് പറയുന്നതിന്. കർത്താവ് ഒരിക്കലും നുണ പറയുന്ന ഒരു ദൈവമല്ല. അതായത് ദൈവം നുണ പറയാൻ അവൻ മനുഷ്യനല്ലല്ലോ. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അവൻ പ്രവർത്തിക്കുന്ന ദൈവം. അപ്പം ദൈവത്തോട് സ്നേഹിക്കുന്ന ചിലർക്ക് വേണ്ടി ഇന്ന് ദൈവം ഒരു ദൂത് പ്രത്യേകം പറയിപ്പിക്കുന്ന ദൂതാണ് ഞാനിപ്പം വായിക്കാൻ പോകുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ 40:1 തൊട്ട്, എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. എൻ്റെ ജനത്തെ നിങ്ങൾ ആരെയും വിളിച്ചു പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ, വർഷം തുടങ്ങി പല കാര്യങ്ങളും നേടിയിട്ടില്ല എന്ന് വിചാരിക്കുന്നവരോട് പറയുകയാണ് കർത്താവ്, നിങ്ങൾ ആരെങ്കിലും നീ മകളെ എഴുന്നേറ്റ് നിന്ന് അവർ ആശ്വസിപ്പിക്കുന്ന വചനം പറഞ്ഞു കൊടുക്കുക. എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. യെരൂശലേമിനോട് ആദരവോട് സംസാരിച്ച് അവളുടെ യുദ്ധസേവ കഴിഞ്ഞും അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും അവൾ തൻ്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചുമിരിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറയുവേൻ. എത്ര മനോഹരമല്ലേ! നമ്മളോട് ദൈവം പറയുകയാണ്, നിൻ്റെ യുദ്ധസേവ തീർന്നെന്ന്. ഇന്ന് രാവിലെയാണ് ഈ ദൂത് ദൈവം എനിക്ക് തരുന്നത്. അപ്പം ഞാനത് ചിന്തിച്ച് അപ്പം നമ്മൾ യുദ്ധസേവ എന്ന് പറഞ്ഞാൽ എന്തുവാ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ ശത്രു സൈന്യം പിടിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ ജയിലിൽ കൊണ്ടിട്ട് നമ്മളെ ഇട്ട് ഉപദ്രവിച്ച് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് നമുക്കൊരു പ്രതിഫലവും കിട്ടാതെ വെറും ഒരു സ്ലേവിനെ പോലെ ജോലി ചെയ്യുന്നത് യുദ്ധസേവയാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്നും ചെയ്യാൻ അവിടെ അവകാശമില്ല. അവർ പറയുന്ന പോലെ നമ്മൾ രാവിലെ എഴുന്നേറ്റണം, അവർ പറയുന്ന ജോലി ചെയ്യണം, കുളിച്ചെങ്കിലായി അല്ലെങ്കിൽ ഭക്ഷണം കിട്ടിയെങ്കിലായി, ഒന്നും ചോദിക്കാൻ അവകാശമില്ല. പക്ഷെ ദൈവം ഇന്ന് പറയുന്നു, നിൻ്റെ യുദ്ധസേവ തീർന്നിരിക്കുന്നു. കണ്ടിട്ടുണ്ടോ? മക്കൾ പ്രൂവ് ചെയ്യാണ്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് കഴിവുള്ള, ഞാൻ ബലവാനാണ്, ഞാൻ തന്നെത്താനെ നേടുമെന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് രാത്രി വരെ വർക്ക് ചെയ്യുന്ന ചില പിള്ളേരുണ്ട്.
പക്ഷെ കർത്താവ് അതൊരു യുദ്ധസേവയാണ് മക്കളെ, അത് ശാപമാണ്. അങ്ങനെയൊന്നും ഈ സങ്കീർത്തനം 125 പറയുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉറക്കത്തിൽ പോലും നന്മ കൊണ്ട് കൊടുക്കും. അങ്ങനെ ഉറക്കത്തിൽ പോലും നന്മ കൊണ്ട് കൊടുക്കുമെങ്കിൽ പിന്നെ എന്തിനാ ഈ രാത്രി? അത് നമ്മൾ പറയുമ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ല. ദിസ് ഈസ് ആത്മീക തലമാണ്. അത് എങ്ങനെ പറഞ്ഞു പിടിപ്പിക്കണമെന്ന് ഞാൻ ചിലപ്പോൾ വിചാരിക്കും. പലപ്പോഴും എനിക്ക് എന്നെത്തന്നെ എൻ്റെ ജോലികളെല്ലാം തന്നെത്താനെ ചെയ്യാം, വളരെ എളുപ്പം ഞാൻ ചെയ്തു തീർക്കുന്ന വ്യക്തിയാണ്. വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിൻ്റെ 4 ഇരട്ടി സ്പീഡ് ഞാൻ ചെയ്ത് തീർക്കും. അപ്പം വേറൊരാൾ ചെയ്യിക്കാൻ ഒക്കത്തില്ല എന്ന് ചിന്തിച്ചിട്ട് ഞാൻ തന്നെ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് എല്ലാത്ത ദേഷ്യവും ക്ഷീണവും എല്ലാം വരും. പക്ഷെ ഇപ്പോൾ അത് മാറി. കാരണം ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അത് നടത്തിത്തരുന്ന ദൈവം എൻ്റെ മുമ്പിലുണ്ട് എന്ന് വിശ്വസിക്കുമ്പം പല കാര്യങ്ങളിലും ഞാൻ പണ്ട് ചെയ്തേ തീരൂ എന്ന് പറഞ്ഞത് വിട്ടുകൊടുക്കാനുള്ള കൃപ കിട്ടി. അപ്പം നമ്മളിങ്ങനെ ഈ പിടിച്ചു വെച്ച് നമ്മുടെ കഴിവിനകത്ത് നടത്തുമെന്നുള്ളത് വിട്ടുകൊടുക്കണമെങ്കിൽ ഈ ദൈവം പറയണം, നിൻ്റെ യുദ്ധസേവ തീർന്നു മോളെ, മകനെ, ഞാൻ നിന്നെ കണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഇപ്പം യുദ്ധത്തിൽ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ആളുകളെ തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ രാജ്യത്തിലുള്ള രാജാവ് തിരിച്ചു കൊണ്ടുവരുന്നുവെങ്കിൽ ഈ യുദ്ധസേവ ചെയ്യുന്നവർക്ക് ഒന്നും ചെയ്യാനില്ല. അവരെ പിടിച്ചുകൊണ്ട് കൊണ്ടുവരുന്നതും അവിടുന്ന് കൊണ്ടുപോയി സ്വന്തം ഭവനത്തിൽ തിരിച്ചു കൊണ്ടുവന്ന് അവർക്കുള്ളത് തിരിച്ചു കൊടുക്കുന്നത് എല്ലാം ചെയ്യുന്നത് രാജാവ് തന്നെയാണ്. ആ ഒരു ദൈവമാണ് ഇവിടെ പറയുന്നത്, നിൻ്റെ യുദ്ധസേവ തീർന്നു, അതുകൊണ്ട് നീ ആരെങ്കിലും വിളിച്ച് അവളെ ആശ്വസിപ്പിക്കുക. തീർന്നെന്ന്, നിങ്ങളുടെ കഷ്ടകാലം തീർന്നെന്ന്, എഴുന്നേറ്റ് പ്രകാശിക്കെന്ന് എന്നെ യെശയ്യാ 60 പറയുന്നുണ്ടല്ലോ. എഴുന്നേറ്റ് പ്രകാശിക്കാം, നിൻ്റെ പ്രകാശം ഇതാ ഉദിച്ചിരിക്കുന്നു. ഇന്ന് സൂര്യൻ ഉദിച്ചപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഏറ്റുപറയണം. അതാണ് ഈ ഉടമ്പടിയുടെ ഗുണം. ദൈവം എന്തു പറയുന്നു, ഇറ്റ്സ് കോൾഡ് എ കൺഫെഷൻ ഓൾസോ. അതായത് എനിക്ക് എൻ്റെ ചാരത്തിൽ കൂടെ വരുന്നത് പറയുകയല്ല, ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. പക്ഷെ ദൈവം എന്നെക്കുറിച്ചും എൻ്റെ മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും എന്ത് പറയുന്നോ അതേ ലെവലിൽ, അതേ രൂപത്തിൽ, ആ പറയുന്ന അതേ ഭാഷയിൽ ഞാൻ ഏറ്റുപറയുന്നതാണ് കൺഫെഷൻ. നമ്മൾ പറയും ഏറ്റുപറച്ചിലെന്ന് പറയും. ഏറ്റുപറച്ചിൽ നമ്മൾ കൊച്ചു പിള്ളേരെ കളിയാക്കുന്നത്, ഞാൻ ഏറ്റുപറയുന്നതാണ്, പാരറ്റാണോ എന്ന് ചോദിക്കും. പക്ഷെ ദൈവസന്നിധിയിൽ ദൈവം ഏറ്റുപറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അടുത്ത പറയുകയാണ്, ഞാൻ നിന്നെ ബലപ്പെടുത്തും. അതെല്ലാം കഴിഞ്ഞ് വെച്ച് പിന്നെ കർത്താവ് ഈ യുദ്ധസേവയെല്ലാം മാറ്റിയിട്ട് നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നേച്ച് യഹോവയുടെ മഹത്വം വെളിപ്പെടും. യഹോവയുടെ മഹത്വം വെളിപ്പെടും എന്ന് പറയുമ്പം അവൻ്റെ ഗ്ലോറിയാണ്. ദാറ്റ് ഈസ് ഹിസ്. ഇത് ഏദൻ തോട്ടത്തിൽ വെച്ച് ആദ്യത്തിനെ അവയും സൃഷ്ടിച്ചു കഴിഞ്ഞപ്പം അവർക്ക് ചുറ്റും ഒരു വലിയ പ്രകാശത്തിൻ്റെ വലയം വെച്ചിരുന്നു. അതാണിപ്പോൾ തിരിച്ചു തരുന്നത്. അത് നിത്യരക്ഷയുള്ള, ഇത് ഉടമ്പടി എടുത്ത മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഞാനീ പറയുന്നത്, എല്ലാവർക്കും ഉള്ളതല്ല. ദൈവവുമായിട്ട്, ദൈവമേ ഞാൻ എൻ്റെ കുടുംബവും നിനക്ക് വേണ്ടി ജീവിക്കുമെന്ന് അവരൊന്നും ആയിട്ടില്ല, പക്ഷെ നമ്മൾ പറയുന്നതിനാൽ ദൈവം അത് മാനിക്കും. നമുക്ക് അതായത് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുകയാണ്. പുത്രൻ നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുകയാണ്. ദൈവം തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ ഈ പറയുന്ന സത്യങ്ങൾ പിതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുമ്പം സത്യത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്, നിൻ്റെ യുദ്ധസേവ തീർന്നിരിക്കുന്നു, ഞാൻ എൻ്റെ മഹത്വം നിൻ്റെ മേൽ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ മേലോട്ട് അയക്കുന്നു എങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഐ ജസ്റ്റ് റിസീവ് ഇറ്റ്. അത് അവൻ്റെ പ്രകാശം നമ്മുടെ മേലോട്ട്. പലപ്പോഴും ഈ വെട്ടം വരുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആത്മാവ് ദർശനമുള്ളവർക്ക് മനസ്സിലാകും. ഈ പല കളറിലുള്ള വെട്ടം നമ്മുടെ മേലോട്ട് അടിക്കും. നീല കളറിലുള്ള വെട്ടം ഇങ്ങനെ നമ്മുടെ മേളിൽ നിന്ന് ഇങ്ങനെ വന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രകാശം. ഇപ്പം നീല കളറുള്ള ഫ്ലെയിമിന് വലിയ തീയാണ്, അതിന് ചൂട് കൂടുതലാണ്. അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രകാശം നമ്മുടെ മേലോട്ട് വീഴുകയാണ്. ആ ഒരു പ്രകാശം നമ്മുടെ മേൽ വീണ് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പ്രതിച്ഛായയായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ചെടുക്കാൻ സാധിക്കും. എപ്പോഴാണ്? ദൈവം പറഞ്ഞു, എൻ്റെ യുദ്ധസേവ തീർന്നു, ഞാൻ ഇനി മുതൽ എൻ്റെ ഗ്ലോറി നിൻ്റെ മേൽ അയക്കാൻ പോണ്. നമ്മുടെ ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കും. അപ്പോൾ യെശയ്യാ 40 എടുത്തിട്ട് ഈ 2024 കൊടുക്കുകയെന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണ്, അനേക മക്കളെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഏത് ജയിലാന്ന്? ചിലപ്പം കുടുംബത്തിൻ്റെ പ്രയാസത്തിലായിരിക്കും, ചിലപ്പം വീടിൻ്റെ ജപ്തിയായിരിക്കാം, ചിലർക്ക് രോഗത്തിൻ്റെ ആയിരിക്കാം, മെൻ്റൽ പ്രോബ്ലം ആയിരിക്കാം. ഇതിൽ നിന്നെല്ലാം യുദ്ധസേവ കഴിഞ്ഞിട്ട് നിങ്ങളെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഒരു പ്രകാശത്തിലേക്ക്, അതായത് ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു പ്രകാശം കാണുക എന്ന് പറഞ്ഞു. ഇരുട്ടിൻ്റെ ആധിക്യത്തിൽ
വാക്തത്വത്തിൻ്റെ ശക്തി വരുമ്പം ഒരു ചെറിയ പ്രകാശം പോലും കണ്ടാൽ നമുക്ക് സന്തോഷമാണ്. പക്ഷെ ദൈവം എന്ന് പറയുന്നു, യെശയ്യാ 60 കൂടെ പറയുകയാണ്, എഴുന്നേറ്റ് പ്രകാശിക്ക്, നിന്റെ പ്രകാശം ഉദിച്ചിരിക്കുന്നു, ചുറ്റുപാടും കൂരിരുട്ടാണ്, പക്ഷെ നിന്റെ മേലോ ഞാൻ എൻ്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു. ആ ദൈവമാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ യെശയ്യാ 40 അവസാനത്തെ വാക്യാകുമ്പോഴത്തേക്ക് പറയുന്നതാണ്, അപ്പോഴാണ് ദൈവം എന്ന്, യഹോവ നിത്യനായ ദൈവമാണ്. ഇത് നമ്മൾ ഏത് ദൈവത്തെയാണ് വിളിക്കണമെന്ന് സംശയിക്കുന്നവർക്ക് ഈ വേദപുസ്തകത്തിന് 40 അധ്യായം എടുത്ത് യെശയ്യാ 40 എടുത്ത് വായിക്കണം. ദൈവം പറയുന്നത്, അവൻ നമ്മുടെ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നില്ല. ദൈവത്തിന് ക്ഷീണിക്കാനോ അതായത് ഇപ്പം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം മക്കൾ വരുമ്പം നമുക്ക് അന്നേരം അസുഖവുമില്ല, ക്ഷീണവുമില്ല, പ്രയാസവുമില്ല. അതല്ലെങ്കിൽ നമ്മൾ ഡിപ്രസ്ഡ് ആണ്, അയ്യോ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊന്നും നടക്കുന്നില്ല, നമുക്ക് ശരീരത്തിന് താങ്ങാൻ വയ്യാത്തൊരു സ്റ്റേജ് വരും. അമ്മമാർക്കത് മനസ്സിലാകും. നമ്മുടെ മക്കൾ നമ്മൾ ഉദ്ദേശിക്കാവുന്ന ഒരു വഴി കൂടെ പോകാത്തപ്പം വരുമ്പോഴത്തേക്ക് നമ്മളുള്ള എനർജിയും കൂടെ പോകും. അത് നമുക്ക് ഈ ശരീരത്തിൽ ഇത് അഫക്റ്റ് ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാരം നമ്മുടെ മേലോട്ട് വരും. പക്ഷെ ദൈവം പറയുന്നത്, ഞാനത് വഹിക്കുകയാണ്, നിൻ്റെ യുദ്ധസേവ തീർന്നിരിക്കുന്നു, ഇനി ഒരു വിടുതലാണ്, ഒരു സ്വാതന്ത്ര്യമാണ്, ഞാനാണത് ചെയ്യാൻ പോകുന്നത്. യഹോവ നിത്യമായ ദൈവമാണ്, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ, അവൻ ക്ഷീണിക്കയില്ല, തളർന്നു പോകത്തില്ല, അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ തളർന്നു പോകും, എന്നാൽ ബാല്യക്കാർ തളർന്നു പോകും, യൗവനക്കാർ വീണുപോകും, എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. നമ്മൾ ശക്തി പുതുക്കുന്നതിൻ്റെ ദിവസമായിരുന്നു. കർത്താവേ, ഞാൻ ഒരു പേപ്പർ എടുത്തിട്ട് ഞാനും എൻ്റെ കുടുംബം നിന്നെ സേവിക്കുമെന്ന് എഴുതിയിട്ടൊരു സിഗ്നേച്ചർ ഇടുക. 2024 തുടങ്ങുമ്പം എൻ്റെ കുടുംബത്തെ ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. നോ മാറ്റർ വാട്ട്, എന്ത് സംഭവിച്ചാലും നീ അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. അത് പറയാൻ എത്ര പേർക്ക് അറിയാം? അവിടെയാണ് ദൈവത്തിൻ്റെ ശക്തി. നമ്മൾ പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത ചില പ്രയാസങ്ങൾ വരുമ്പോൾ പറയും, നിൻ്റെ മുമ്പിൽ വചനം പറഞ്ഞ് നിൽക്കുന്നതിനാൽ എനിക്കൊരു പ്രസക്തിയുണ്ട് കർത്താവേ, നിൻ്റെ സത്യവചനം എടുക്കുന്ന എൻ്റെ മേലെ ഒരു ആത്മാവുണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഇന്നലത്തെ ദിവസത്തെ ഞാൻ പറയാം. ഇന്നലെ ദിവസം രാവിലെ എഴുന്നേറ്റു, വീട്ടിൽ വെള്ളമില്ല, ഒരു തുള്ളി വെള്ളമില്ല. അപ്പം ഞാൻ മനസ്സിലാച്ച്, വെള്ളമില്ലാതെ കാര്യങ്ങൾ നടക്കത്തില്ലേ. അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഞാനാണെങ്കിൽ ഈ ദൈവത്തിൻ്റെ ജീവജലത്തെക്കുറിച്ച് വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അപ്പോൾ ഈ വരൾച്ചയുടെ അവസ്ഥ ഈ വീട്ടിനകത്ത് എങ്ങനെ കയറി വരുന്നു, ഒട്ടും വെള്ളമില്ലാത്ത സ്റ്റേജ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊരു സ്പിരിച്വൽ അറ്റാക്ക് ആണല്ലോ. ഉടനെ തന്നെ ഞാൻ ആത്മാവിൽ പറഞ്ഞു, ഇവിടെ ഒരു പ്രധാന ദൂതനെ നിർത്തിവെച്ചിട്ടില്ലേ, എന്തുകൊണ്ട് ഈ വീട്ടിൽ വെള്ളമില്ലാതെ പോയി, എനിക്ക് ആവശ്യമുള്ള വെള്ളത്തിന് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടി എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പറഞ്ഞേച്ച് ഇത് മിനിഞ്ഞാന്ന് നടക്കുന്നത്. മിനിഞ്ഞാന്ന് ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ നമുക്ക് 2 കണക്ഷനുണ്ട്. ഒന്ന് നമ്മുടെ കണക്ട് ചെയ്യുന്ന, ഒന്ന് മുനിസിപ്പാലിറ്റി വെള്ളം അങ്ങനെ ഉപയോഗിക്കാറില്ല, കാരണം ബിക്കോസ് വി ഹാവ് ഇനഫ് വാട്ടർ. പക്ഷേ അന്ന് രാത്രി കിടന്നുറങ്ങി, നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് എനിക്കറിഞ്ഞിട. നേരം എടുത്ത് 4:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു. ഞാനൊന്നും ചെയ്തില്ല. 5:30 ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എഴുന്നേറ്റു, അടുക്കളയുടെ സൈഡിൽ നോക്കി വെച്ച് പറഞ്ഞു, വീടിനകം മുഴുവനും വെള്ളമാണെന്ന്. എനിക്ക് സന്തോഷമൊന്നും ഉണ്ടായില്ല, കാരണം വീടിനാകുമ്പോൾ ഇനി ഇരട്ടി ജോലി നേരം വിളിക്കുമ്പോൾ വെള്ളമാണെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് നേരം ദൈവത്തോട് പറഞ്ഞു, വെള്ളം ഇല്ലെന്ന് പറഞ്ഞപ്പം പ്രധാന ദൂതൻ വെള്ളം വീട്ടിനകത്ത് വരെ ഒഴിച്ചു തന്നെ, എങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ നോക്കിയപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ എന്താ, മുനിസിപ്പാലിറ്റിയുടെ വെള്ളം രാത്രി പ്രഷർ വന്നിട്ട് അറിയാതെ പൈപ്പ് തുറന്നിരുന്നു, വീടിനകത്ത് സിറ്റിംഗ് റൂമിൻ്റെ അവിടം വരെ വെള്ളം, അടുക്കളയിൽ നിന്ന് ഒഴുകി അവിടം വരെ വെള്ളം മുഴുവൻ തൂത്ത് കളഞ്ഞു. അതുകൊണ്ട് രാവിലത്തേക്കുള്ള വെള്ളം മുഴുവനും ആ വെള്ളം വന്ന പൈപ്പിൽ നിന്ന് പിടിച്ചെടുത്ത് പിന്നെ നമ്മൾ ഉച്ചയായപ്പോഴത്തേക്ക് പൈപ്പ് ശരിയാക്കി. ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, പ്രധാന ദൂതൻ എവിടെ? വെള്ളം എന്തുകൊണ്ട് എൻ്റെ വീട്ടിലില്ല എന്ന്. വെള്ളം വീട്ടിൽ ഉണ്ടെന്ന് കാണിക്കാൻ രാത്രിയിൽ വീട്ടിൻ്റെ അടുക്കളയും എൻ്റെ ഫ്രണ്ടിലെ സിറ്റിംഗ് റൂം വരെ വെള്ളം വരുത്തിച്ചൊരു ദൈവമുണ്ട്. ഞാൻ അന്നേരം ദൈവത്തോട് പറഞ്ഞു, വരൾച്ച മാറി, നീ വെള്ളം അയക്കുമ്പോൾ വെള്ളം വീട്ടിൽ കയറി വരും. അവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ വിശ്വസ്തത കാണുന്നത്. ചെറിയ കാര്യം, അതങ്ങനെ സംഭവിച്ചോന്ന്, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. പക്ഷേ കർത്താവിൻ്റെ മുമ്പിലാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെ നിൻ്റെ മകളുടെ ഭവനത്തിനകത്ത് വരൾച്ച വരുന്നത്, എവിടെ ഇതിനകത്ത് വെള്ളമില്ലാതെ പോയത്, എല്ലാം പുതുതാക്കട്ടെ. അങ്ങനെ ഒരു ആത്മാബന്ധം ദൈവത്തോടുണ്ടാക്കുക. ഈ വർഷം
എല്ലാ വരണ്ടിരിക്കുന്ന കുടുംബങ്ങളിലും ജീവൻ്റെ വെള്ളം ഒഴുകി വരട്ടെ എന്ന് ആത്മാവിൽ ഞാൻ പ്രവചിച്ച് പറയുന്നു. അധികമായ അനുഗ്രഹങ്ങൾ ഒഴുകി വരട്ടെ. റിവേഴ്സ് ഓഫ് ലിവിങ് വാട്ടർ കയറി വരട്ടെ. ജീവൻ്റെ ഉറവതിൻ്റെ അടുക്കലേക്ക് വരട്ടെ. ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ജീവനദി ഒഴുക്കി തരുമെന്ന് പറയുന്ന ദൈവം ചുമ്മാതെ പറഞ്ഞതല്ല. അവൻ വിശ്വസ്തൻ തന്നെ. എന്നെ പരീക്ഷിച്ച് നോക്കിയെന്ന് ദൈവം പറയുന്നു. വചനം എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക. യെശയ്യാ 40-ാം അധ്യായത്തിൽ അവസാനം പറയുന്നത് എങ്ങനെ തന്നെയാണ്, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകുകയില്ല, അവർ തളർന്നു പോവുകയും ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെ തളർത്തുന്ന ദൈവമല്ലെന്ന് ഇത് ദിനം പ്രതി നമ്മൾ കേൾക്കണം, എന്നും പറയണം. എന്നെ തളർത്തുന്ന ദൈവമല്ല. നമ്മളെ തന്നെ ബലപ്പെടുത്തട്ടെ അതിപരിശുദ്ധനായ ദൈവം. ഈ 2024 തുടങ്ങുമ്പം വരൾച്ചയുടെ അന്ത്യം കുറിച്ചുകൊണ്ട് ജീവവെള്ളത്തിൻ്റെ ഉറവ തരുന്ന വർഷമാക്കി ഞാൻ യേശുവിൻ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. വചനം കേൾക്കുന്ന ഓരോ ഭവനത്തിലും ഒരു പ്രധാന ദൂതനെ അസൈൻ ചെയ്ത് നിർത്തുകയാണ്. എല്ലാ ആവശ്യങ്ങൾക്കും ഈ ദൂതൻ വന്ന് ദൈവനാമത്തിൽ സഹായിക്കാൻ നിങ്ങളുടെ ഇടതും വലതും നിൽക്കുന്ന ദൂതന്മാരെ കാണുക. ആത്മാവിൽ ദൈവത്തിൻ്റെ ശക്തിയായിട്ടുള്ള പ്രവർത്തനം ഭവനങ്ങളിൽ ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥൻ്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ യുദ്ധസേവ തീർന്നെന്ന് നീ ഞങ്ങളോട് പറഞ്ഞെങ്കിൽ ആശ്വസിപ്പിക്കേ, എൻ്റെ മക്കളെ ആശ്വസിപ്പിക്കേ, ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആശ്വസിപ്പിക്കേ എന്ന് പറയുമ്പോൾ അടിയനിതാ നിൻ്റെ വചനം എടുത്ത് പറയുന്നു. ആശ്വസിപ്പിക്കുന്ന വചനം ഇത്ര ഭംഗിയായിട്ട് നീ ഞങ്ങളോട് സംസാരിക്കുന്നത്. നീ പറഞ്ഞു ഞാൻ എൻ്റെ ഗ്ലോറി, എൻ്റെ മഹത്വം ഞാൻ അയച്ചു തരുമെന്ന്. അപ്പച്ചൻ്റെ മഹത്വം വീണ് അവിടെ ഇവിടെ അപ്പച്ച ദുഷ്ടം നിൽക്കുന്നത്. അപ്പച്ചൻ്റെ ആത്മാവ് വരൾച്ചയെ മാറ്റിത്തന്ന് ജീവ ഉറവ തന്ന് എവിടുന്നാന്നറിയൂടെ കർത്താവേ, നീ ഒരു വചനം അയക്കുമ്പോൾ, നീ എൻ്റെ ജീവിതത്തിൽ ജീവൻ്റെ വെള്ളം അയക്കുമ്പം അത് നമ്മൾ ഉദ്ദേശിക്കാത്ത തലത്തിൽ കൂടെ കയറി വരും. വീട്ടിനകത്ത്, ഭവനത്തിനകത്ത്, നമ്മുടെ മുറിക്കകത്ത് കൊണ്ടുവരുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ആ ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാ അപ്പച്ച. അപ്പച്ചൻ ചെയ്യുന്നത് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. അതേ ദൈവമേ, നിൻ്റെ ആത്മാവ് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫ്ലഡ് ഗേറ്റ് ഓഫ് ബ്ലെസ്സിങ്സ്, അതായത് ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ആണ്. ആ അനുഗ്രഹങ്ങളുടെ ഒരു മാരി എന്നാണ് പറയുന്നത്. അനുഗ്രഹത്തിൻ്റെ മാരി നമ്മുടെ ഭവനങ്ങളിൽ കയറി വരുമ്പം അത് സ്വീകരിച്ച് സന്തോഷത്തോടെ, വന്ന വഴി ചിലപ്പോൾ ശരിയല്ലായിരിക്കും, വന്ന രീതി ശരിയല്ലായിരിക്കും, പക്ഷേ അതിൽ സന്തോഷിപ്പാനുള്ള ഹൃദയം ഞങ്ങൾക്ക് തന്ന് നിന്നെ സന്തോഷിക്കാനും നിന്നോടൊരു നന്ദിയുള്ള ഹൃദയം പറയാനും നിന്നോട് എന്നും കടപ്പെട്ടവരായിട്ട് ജീവിപ്പാനും ഞാനും എൻ്റെ കുടുംബവും ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറുവാനും ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉടമ്പടി സ്ഥിരപ്പെടുത്തിയ ദൈവമാകിയാൽ സ്തോത്രം. 2024 ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹം, അവൻ്റെ ശക്തി ഭവനങ്ങളിലേക്ക് കടന്നു വരട്ടെ. അത് മറ്റുള്ളവർ കാണുമ്പോൾ ഞങ്ങളുടെ മക്കളെ കാണുമ്പോൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് പറയാൻ തക്കണ്ട് അവർ കഴുകന്മാരെ പോലെ പറന്നുറിയുന്നവരായി മാറട്ടെ അപ്പച്ച. ജീവൻ്റെ വെളിച്ചവർക്ക് കൊടുക്കട്ടെ അപ്പച്ച. അവർ നഷ്ടപ്പെട്ട സന്തോഷം, ആ ജീവ സന്തോഷം ഇന്ന് നീ തിരിച്ചു കൊടുക്കുന്നു, എഴുതി കൊടുക്കുന്നതിന് നന്ദി പറയുന്നു. അപ്പച്ചൻ്റെ പേനായും ആ പേപ്പർ അവിടെ ഇരിക്കുന്നത് അപ്പച്ചൻ കൈ കൊണ്ട് എടുത്ത് സിഗ്നേച്ചർ ഇട്ട് സീൽ ചെയ്ത് കൊടുക്കുന്നതിന് നന്ദി പറയുന്നു. അത് യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.